കഴിഞ്ഞ വർഷം ഇറങ്ങിയ ഒരു കന്നഡ സിനിമയാണ്, ഒരു ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ മോഡലുള്ള ഒരു സിനിമയാണ് കങ്കാരു. ഈ സിനിമയുടെ പേര് കേട്ടപ്പോൾ തന്നെ എനിക്ക് ആദ്യം വിചാരിച്ചത് ഇതൊരു ഭയങ്കര മാച്ചിങ് ആയിട്ട് കഥയോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു തീമായിട്ട് ഒരു മാച്ചും ഇല്ലാത്തൊരു കഥ, ഒരു ഇൻവെസ്റ്റിഗേഷൻ ഡിറ്റക്റ്റീവ് ഓറിയൻറ്റഡ് സിനിമയ്ക്ക് എന്താണ് ഇങ്ങനെ കങ്കാരു എന്നൊരു സിനിമ, ഒരു ഒരു മാച്ചിങ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷേ ഇതിൻ്റെ കഥയും പ്ലോട്ടും ഒരു റീലിലാണ് ഞാനിത് കണ്ടത്. അതായത് ആൻ്റണീസ് കോട്ടേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോട്ടേജിൽ കപ്പിൾസ് താമസിക്കാൻ വരുന്നു. രാത്രി ഇതിലെ കപ്പിൾസിലെ ഒരു ലേഡി എഴുന്നേറ്റ് നോക്കുന്ന സമയത്ത്, പുറത്തേക്ക് ഇറങ്ങി നോക്കുന്ന സമയത്ത് സൗണ്ടും കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ട് അവർ എഴുന്നേൽക്കുകയാണ്. താഴത്തെ ഫ്ലോറിലേക്ക് എത്തി നോക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ഭർത്താവ് അവിടെ തൂങ്ങി മരിച്ചതായിട്ട് കാണുകയാണ്. ഈ ഒരു ലേഡിയും അവിടെ ബോധം കെട്ട് വീണ് അവളും മരണപ്പെടുകയാണ്. അപ്പോൾ ഈ ഒരു കോട്ടേജ്, ആൻ്റണീസ് കോട്ടേജ് എന്ന് പറഞ്ഞിട്ടുള്ള ചിക്കമംഗ്ലൂരിലുള്ള ഈ ഒരു കോട്ടേജ്, അപ്പോൾ ആ സംഭവം ഇങ്ങനെ അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അവിടുത്തെ പോലീസുകാരൊക്കെ അത് ഇങ്ങനെ വലിയൊരു ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കാതെ അവിടെ പ്രേതബാധ ഉണ്ടെന്നൊക്കെ പറഞ്ഞത് വരുത്തുന്ന ആളുകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ചുറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആ ഒരു സ്ഥലം. പൃഥ്വി എന്ന് പറഞ്ഞ ഒരു ഓഫീസർ, കുറേ കാലങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പൃഥ്വി എന്നൊരു ഓഫീസർ, ഗർഭിണിയായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഭാര്യയുണ്ട്. അപ്പോൾ ഇയാൾക്ക് ഈ ചിക്കമംഗ്ലൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ട്രാൻസ്ഫർ കിട്ടുകയാണ്. അപ്പോൾ ഇദ്ദേഹം അവിടെ പോകുന്നു. ഇദ്ദേഹത്തിന് ഈ ഒരു കേസ് വന്നു ചേരുകയാണ്. ഒരുപാട് പേര് മിസ്സിംഗ് ആയി എന്നുള്ള ലെവലിലുള്ള കേസ് കിട്ടുകയാണ്. അപ്പോൾ ഇതിങ്ങനെ ചുറ്റിപ്പറ്റി ഇദ്ദേഹം ഇങ്ങനെ അന്വേഷിച്ച് പോകുന്ന സമയത്ത് ഈ ഒരു കോട്ടേജ്, ആൻ്റണീസ് കോട്ടേജിൽ ഈ ഒരു ആളുകൾ താമസിച്ചതായിട്ട് മനസ്സിലാക്കുകയും ഇവിടെ താമസിച്ച 100ഓളം ആളുകൾ മിസ്സിംഗ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിലൊരാളെങ്കിലും മരണപ്പെടുന്നു. അതായത് അവർ അന്വേഷിച്ച് പോകുമ്പോഴാണ് മനസ്സിലാകുന്നത് ഈ മിസ്സിംഗ് ആയതല്ല, ഇവരെല്ലാം മരണപ്പെട്ട് പോവുകയാണ് ചെയ്യുന്നത്. അവിടെ ഒരു ഗോസ്റ്റ് ഉണ്ട്. ആ ഒരു കോട്ടേജിലെത്തുന്ന ആളുകളെ പിടിക്കാനായിട്ടൊരു ഗോസ്റ്റ് അവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ട് എന്നൊരു ലെവലിലേക്ക് സിനിമ പോവുകയാണ്. ആരാണ് ഈ ഒരു തിരോധാനത്തിന് അല്ലെങ്കിൽ ഈ ഒരു മർഡേഴ്സിന് പിന്നിൽ എന്നുള്ള കാര്യം പൃഥ്വി എന്ന് പറഞ്ഞ ഈ ഒരു ഓഫീസർ കണ്ടുപിടിക്കുന്നതാണ് ഈ ഒരു സിനിമ. അതുവരെയൊക്കെ ഓക്കെ, എനിക്ക് സിനിമ ഒരു ആവറേജ് അനുഭവമാണ് എനിക്ക് തന്നത്. പക്ഷേ നമുക്കിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന, വേറെ വഴിയൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ്. അപ്പോൾ ഇതിൻ്റെ മേക്കിംഗ് ഒരു സീരിയൽ ലെവലിലാണ് ഇതിൻ്റെ ഒരു മേക്കിങ്ങും കാര്യങ്ങളൊക്കെ, സീനുകളൊക്കെ പോകുന്നത്. കുറച്ച് ലെങ്തിയാണ്, കുറച്ചുകൂടി ക്രിസ്പാക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. അഭിനയിച്ച ആളുകളുടെ പേരൊന്നും എനിക്കറിയില്ല. ഒരു കന്നഡ ആക്ടേഴ്സ്, വലിയ ലീഡിങ് ആക്ടേഴ്സ് ആയിരിക്കാം. നമ്മൾ ഈ സിനിമകൾ കാണുന്ന സമയത്ത് ഒരുപാട് അതിലെ ആക്ടേഴ്സ്, നടന്മാർ, അതിനെയൊന്നും നോക്കരുത്. അവരുടെ ഒരു താരപ്പുലിമയൊന്നും നോക്കാതെ നിങ്ങൾ സിനിമ കാണുകയാണെങ്കിൽ, ആ സിനിമ നിങ്ങൾ കൺസീവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആവും. ഞാൻ അങ്ങനെയാണ് സിനിമകൾ കാണാറുള്ളത്. ഇംഗ്ലീഷ് സിനിമകളൊക്കെ നമ്മൾ അങ്ങനെയല്ലേ കാണാറുള്ളത്. എല്ലാ ആക്ടേഴ്സിനെയും ഡയറക്ടേഴ്സിനെയും നമുക്കറിയോ? ഇല്ലല്ലോ. അതുപോലെ തന്നെ ഇന്ത്യൻ സിനിമ കാണുമ്പോഴും അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് വെച്ചുകൊണ്ട് കണ്ടു നോക്കുക, ഇഷ്ടപ്പെടും. ഒരു സിനിമകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അങ്ങനെ കിഷോറാച്ചായ ഈ പൃഥ്വി എന്ന് പറഞ്ഞ ഈ ഒരു ഓഫീസർ ഇത് കണ്ടുപിടിക്കുന്നതും കങ്കാരു എന്നൊരു പേര് എത്രത്തോളം ഇതിന് മാച്ചിങ് ആവുന്നു എന്ന് ക്ലൈമാക്സിലേക്ക് എനിക്ക് ബോധോദയം ഉണ്ടാക്കി തന്ന ഒരു സിനിമയാണ് കങ്കാരു എന്ന 2024 പുറത്തിറങ്ങിയ ഈ ഒരു സിനിമ. കാണാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും കണ്ടു നോക്കുക. കാണാൻ താല്പര്യമില്ലാത്തവർ കാണണ്ട. ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന സിനിമയൊന്നുമല്ല. പക്ഷേ അതിൻ്റെ ഒരു ഓവറോൾ, അതിൻ്റെ ഒരു സ്ട്രക്ചറും ഭയങ്കര ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് മോഡും ഒക്കെ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ കണ്ടു നോക്കാവുന്നതാണ്. അടുത്ത ദിവസം അടുത്തൊരു അടിപൊളി സിനിമയായിട്ട് വരാം. സീ യു.